ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാ മരച്ചീനി പാക്ക് ചെയ്യുന്നത്? ആർക്ക് കൊടുക്കാനാ? നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മായിമ്മയ്ക്ക് കൊടുക്കാൻ തന്നെയാ. അമ്മയ്ക്ക് കൊടുക്കാനോ? അതെ, അമ്മ ഇവിടുന്ന് പോയിട്ട് ദിവസം കുറെ ആയില്ലേ സുയിത്രേ. അവരുടെ അവസ്ഥ എന്താ, ഏതാണ് എന്നൊക്കെ അന്വേഷിക്കേണ്ട ചുമതല നമുക്കില്ലേ? തീർച്ചയായും. അമ്മ കുറച്ചു ദിവസം ഇല്ലാതായപ്പോഴേ അവരുടെ പ്രാധാന്യം പ്രകാശേട്ടൻ മനസ്സിലാക്കിയല്ലോ. മഹാപുണ്യം. അല്ല, മരച്ചീനിയാണോ കൊണ്ടുപോകുന്നത്? അതെ, ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ കുചേലം പോയപ്പോഴേ കാഴ്ചവസ്തുവായിട്ട് എന്താ കൊണ്ടുപോയത്? അവിൽപ്പൊതിയല്ലേ? അതുപോലെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരച്ചീനി തന്നെ ആവട്ടെ കാഴ്ചവസ്തു. ഇഷ്ടപ്പെട്ട കാഴ്ചവസ്തുവായിട്ട് വിനുവിന് അയക്കാനാ തീരുമാനം. വിനുവിനെ ദൂതനായിട്ട് അയക്കേണ്ട കാര്യം എന്താ? നമ്മള് രണ്ടുപേരും കൂടി നേരിട്ട് ചെന്ന് സുഖവിവരം അന്വേഷിക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. ആ മര്യാദ നമ്മൾ കാണിച്ചാൽ ലോകം കിടുങ്ങുന്ന മര്യാദ കേടുകൊണ്ടായിരിക്കും ഹരിത അതിനെ നേരിടുന്നത്. എച്ചിൽ പാത്രം കഴുകാത്തതിന് വഴക്ക് പറഞ്ഞ വൈരാഗ്യം മുഴുവനും ഹരിത സ്റ്റോക്ക് ചെയ്തിരിക്കുക. നമ്മളെ കാണുന്ന മാത്രയില് ആ വൈരാഗ്യത്തിന് തീ കൊളുത്തും. പിന്നെ തെറി കൊണ്ട് അഭിഷേകമായിരിക്കും. എന്താ, ആ പൊല്ലാപ്പിന് പോണോ? അത് ഞാൻ ഓർത്തില്ല. നമ്മളോടുള്ള പക തീർക്കാൻ അമ്മയെ വേണമെങ്കിൽ അവള് തല്ലി ഇറക്കിയിരിക്കും. നമ്മളായിട്ട് ഒരനിഷ്ടം ഉണ്ടാക്കണ്ട. വിനുവേട്ടൻ തന്നെ പോയിട്ട് വരട്ടെ. പറഞ്ഞൊക്കെ മനസ്സിലായോ? പറഞ്ഞൊക്കെ മനസ്സിലായോന്ന്? ഈ മരച്ചീനി അമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. എന്നിട്ടേ അവിടത്തെ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വാ. എന്നിട്ട് എന്നോട് പറയണം. 100 രൂപയുണ്ട്. 100 രൂപ. ആ, ഓട്ടോ വിളിച്ചു പോയിക്കോ. പൊക്കോ പൊക്കോ. ആ, എന്താ, ഇനിയൊന്നും മനസ്സിലായില്ലേ? സിറ്റിയില് അമ്മ താമസിക്കുന്ന ഹരിതയുടെ വീട് അറിയില്ലേ? ആ വീട്ടിൽ പോയി അമ്മയെ കാണണം. എന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കി അറിഞ്ഞു വരണം. എനിക്കറിയാം അമ്മയെ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു എന്ന്. സന്തോഷമായില്ലേ? ഇത് സുചിത്ര തന്നതാണെന്ന് അമ്മയോട് പ്രത്യേകം പറയണം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പവും അച്ചപ്പവും എല്ലാം ഉണ്ടതില്. ഹരിതയും മനോജും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതൊക്കെ പറഞ്ഞോന്നിരിക്കും. അവരെ തല്ലാനും പിടിക്കാനും ഒന്നും പോവരുത്. എല്ലാം ക്ഷമയോടെ കേട്ടു നിന്നാ മതി. അത് അവരുടെ വീടാണെന്നുള്ള ഓർമ്മ വേണം. അമ്മയോർത്ത് എല്ലാം ക്ഷമിക്കാം. എന്നാ പോയിട്ടോ.